ഹായ് കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനൊരു പേരില്ല, കാരണം ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. തയ്യാറാക്കി നോക്കി വിജയിച്ചതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം വറ്റൽമുളക്, 150 ഗ്രാം ചുവന്നുള്ളി, 3 സവോള, തക്കാളി രുചിക്ക് ആവശ്യത്തിനെടുക്കാം. ഒരെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവ സെപ്പറേറ്റ് കൃഷി ചെയ്ത് മാറ്റി വെക്കണം. സവോള കനം കുറച്ചരിഞ്ഞ് വെക്കുക. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് പുരട്ടി മാറ്റി വെച്ചിട്ട് ചീനച്ചട്ടി എടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കണം. അത് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി കഴിഞ്ഞിട്ട് അത് കോരി പാത്രത്തിലാക്കിയിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഉള്ളി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ എണ്ണയിലോട്ട് നമുക്ക് കറുവപ്പട്ടി, കടുകും എല്ലാം കൊണ്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ഇടുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇളക്കി ഒരു നല്ല വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചൂടുവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് നല്ലപോലെ വഴന്നിട്ട് നമുക്കിനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ഒരു കപ്പ് വെള്ളം, ചൂടുവെള്ളം മതിയാവും. അത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതേ മസാല ഒന്നും ചേർക്കാത്ത ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയല്ല, അതൊരു പെരട്ട് പോലെ, പെരളൻ പോലെ ഉണ്ടാക്കിയതാണ്. അത് കണ്ടോടെ ചേർത്ത് അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് ഒരു 2 മിനിറ്റ് വേകണം. വെന്ത് കഴിയുമ്പോഴത്തേന് അതൊന്ന് തിരിച്ച് ഇടണം. ഒന്ന് ഇളക്കി ഒന്നെടുത്തിട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഇത് മല്ലിയിലയും എല്ലാം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അത് അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് അത് ഇളക്കാതെ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെക്കണം. ഒന്ന് കുക്ക് ആകണം, എന്നാൽ അതൊന്ന് വെന്ത് നല്ല സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം.
ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ അതൊന്ന് നല്ലപോലെ ചാറൊക്കെ ഒന്ന് വറ്റി വരണം. അതിന് വേണ്ടി ചാറൊക്കെ നമുക്ക് വറ്റി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അത് നല്ല ചാറൊക്കെ നല്ല വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ല രുചികരമായിട്ടുള്ളൊരു ചിക്കൻ പെരളനാണോ അതോ റോസ്റ്റാണോ ഒന്നും പറയാൻ പറ്റില്ല. അത് പേരറിയില്ല. നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.